അപ്പം ഞാൻ ആ മൂക്കുത്തിയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. എന്തായാലും ബില്ലൊക്കെ അടിച്ചുകൊണ്ട് വന്നല്ലേ. ഇതാണ് നമ്മളുടെ ആ മൂക്കുത്തി. ഓക്കെ ഓക്കെ, ഇത് അടിപൊളി മൂക്കുത്തിയാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത് ഞങ്ങൾ വീണയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ കൊണ്ടുവന്ന. അപ്പൊ ഇത് ഞാൻ ഇനി ഒരു 15 വർഷം കഴിഞ്ഞിട്ട് മാറ്റണമെന്ന് വെച്ചാലും ഇതിന്റെ യഥാർത്ഥ പ്രൈസിന്റെ 5% കുറയുള്ളൂ അല്ലേ? അതെ അതെ കറക്റ്റാ. ഇതെന്തുകൊണ്ടാണ് മറ്റ് ജ്വല്ലറികൾക്ക് തരാൻ സാധിക്കാത്തത്? തീർച്ചയായിട്ടും ഈ പരസ്യത്തിന്റെ കോസ്റ്റ് എന്നുള്ളത് തന്നെയാണോ? നമുക്ക് ഡയമണ്ടിനാണ് നമ്മൾ ഗോൾഡ് വെക്കുന്നതിനെക്കാട്ടി മാർജിൻ കൂടുതലുള്ളത്. ഇപ്പം എല്ലാ ജ്വല്ലറിക്കാരും എടുക്കുന്ന അതെ അതെ ശ്രദ്ധിച്ചറിയും, പല കടകളിൽ ചെല്ലുമ്പോൾ ഡയമണ്ട് എടുക്കാനായിരിക്കും എപ്പോഴും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അപ്പം നമ്മൾ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാഭം എടുത്ത് കൂടുതൽ ഐറ്റം എടുക്കുക എന്നാണ്. അപ്പം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു ഐറ്റം മറ്റ് കടക്കാർ ചിലപ്പോൾ കൊടുക്കുന്നത് 25,000 30,000 ആവാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് 95% തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം 10,000 രൂപ വിലയുള്ള ഒരു ഐറ്റം എങ്ങനെയാണ് 25,000 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്നത്? ശരിയാ ശരിയാ.